ശ്രീമദ് ഭൂതനാഥോപാഖ്യാനം ഷഷ്ഠ അധ്യായം. മഹിഷി വീണ്ടും സ്വർഗത്തെ ജയിക്കുന്നത്, ദേവകൾ ഭഗവാനെ സ്തുതിക്കുന്നത്, ധർമ്മശാസ്താവ് മഹിഷിയെ മർദ്ദിക്കുന്നത്, മാളികപ്പുറത്തമ്മയുടെ ഉദ്ഭവം, ദേവസ്ത്രീകളായ പെൺപുലികളോടുകൂടി സ്വാമിയുടെ പന്തള പ്രവേശനം, സ്വാമിയുടെ തത്വം പന്തള രാജാവ് അറിയുന്നത്. സാദരം പിന്നെ സൂതൻ മാമുനിമാരോടേറ്റം പ്രീതനായുര ചെയ്താൻ. സാദരം കഥാമൃതം ഈ കഥ നിൽക്കെ കേട്ടുകൊള്ളുവിൻ. മഹിഷിതൻ ധിക്കാരം പെരുത്തുള്ള വൃത്താന്തം അഖിലവും. സുന്ദര മഹിഷത്തോടൊന്നിച്ചു വനാന്തരെ കന്ദർപ്പലീല ചെയ്തു വസിക്കും മഹിഷിയെ ചെന്നു കണ്ട് ഒരു ദിനം ദാനവന്മാരും ഉന്നത ദുഃഖമോടും കരഞ്ഞു ചൊല്ലിയിടിനാർ. ധന്യയാം ഭവതിയെ മോഹിപ്പിച്ചിടുവാനായി ദുർനയന്മാരാം ദേവവൃന്ദങ്ങൾ നിർമ്മിച്ചൊരു സുന്ദര മഹിഷത്തെ കണ്ടു കാമിച്ചുകൊണ്ടു മന്നിടം തന്നിലുള്ള കാനനം തന്നിൽ ഏവം സഞ്ചരിച്ചിടുന്നൊരു ഭവതി തന്നെ കണ്ടു. സന്താപം മനതാരിൽ ഏറ്റവുമുണ്ടാകുന്നു. ശക്രാതിദേവവൃന്ദമൊക്കെയും സുഖമോടും സ്വർഗലോകത്തിലിരുന്നിടുന്നു. തമ്പുരാട്ടി പാലാഴി കടയുവാൻ വാനവന്മാരെ പോലെ വേല ചെയ്തിതു ഞങ്ങളെങ്കിലും അമൃതത്തെ തെല്ലുമേ ഞങ്ങൾ കേകില എന്നല്ല പാതാളത്തിൽ തള്ളിവിട്ടിതു ഞങ്ങളെ. എന്തിനി ചെയ്തിടേണ്ടു? അമൃതപാനത്തിനാൽ എത്രയും ശക്തരാകും അമരന്മാരോടേറ്റു സമരം ചെയ്യുവാനും. നഷ്ടശക്തരായി വന്നു ഞങ്ങളും മഹാഭാഗേ. കഷ്ടമാം കാലം വന്നു ദാനവർക്ക് അഖിലർക്കും. ദാനവരുര ചെയ്ത വാക്കുകൾ കേട്ട നേരം മാനസതാരിൽ കോപം ജ്വലിച്ചു മഹിഷിക്കും. തൽക്ഷണം മഹിഷത്തെ സന്ധ്യജിച്ച് അരവിന്ദ സംഭവൻ കൊടുത്തൊരു വരത്തെ ചിന്ത ചെയ്താൾ. തദ്വരപ്രഭാവത്താൽ മുന്നേ പോൽ മഹിഷിയോടൊത്തുള്ള ഗണങ്ങളും അറ്റമറ്റുണ്ടായി വന്നാർ. സുന്ദരമഹിഷവും തൽക്ഷണം ദേഹം വിട്ടു ചെന്നു ചേർന്നിതു. നിജകാരണം അതിൽ തന്നെ വാനവലോകം പുക്കു. മഹിഷി കോപമോടും ദാനവഗണത്തോടും തന്നുടെ ഗണത്തോടും ഘോരമാം ഇടി പോലെ സിംഹനാദവും ചെയ്തു. പോരിനിന്ദ്രനെ വിളിച്ച് ഇത്തരം ചൊല്ലിയിടിനാൾ. ദുർമതേ, ഭവാൻ എന്നെ വഞ്ചിച്ചു. നാഗലോകം സമ്മോദമോടും അപഹരിച്ച ഫലം ഇപ്പോൾ തന്നെത്താൻ അനുഭവിച്ചിടുവാൻ കാലം വന്നു. മുന്നം കണ്ടറിഞ്ഞില്ലേ നമ്മുടെ പരാക്രമം. നിങ്ങളുടെ മതങ്ങളാം കുഞ്ചരഗണങ്ങളെ ഭഞ്ജനം ചെയ്തിടുവാൻ ഏകസിംഹിയായി വന്നു നിന്നിടും. എന്നോടെതിർത്തിടുവാൻ വന്നിടുവിൻ ദുർനയന്മാരായിടും നിർജ്ജര കീടന്മാരെ. വാനവരതു കേട്ടു സേനയാസാകം വന്നു. മാനസകോപമോടും ആഹവം തുടങ്ങിനാർ. അസ്ത്രങ്ങളേൽക്കയില്ല മഹിഷിക്ക്. അതുമൂലം എത്രയും വിഷണ്ണരായി ചമഞ്ഞു സുരന്മാരും. ചിന്തിച്ചു ഹരിഹര നന്ദനാകും ഭക്തസന്താനദ്രുമത്തിൻ്റെ പാദപങ്കജദ്വയം. മുന്നം തങ്ങൾക്കു വരമേകിയതോർത്തു ചിത്തേ നന്നായി
ഭക്തിപൂർവം ഭജിപ്പാൻ ഒരുമ്പെട്ടു. ദക്ഷിണ പമ്പാനദി തീരദേശത്തിൽ ചെന്നു ദക്ഷാരിസുതൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാർ. ഓം നമസ്തേ ഭഗവതേ നാരായണായ നമോ നമസ്തേ ഭഗവതേ പാർവതീശായ നമഃ. ഘോര സംസാര അർണവ താരകായ തേ നമഃ. താരക ബ്രഹ്മരൂപധാരിണേ നമോ നമഃ. ഭൂതനാഥായ നമോ ബോധരൂപായ നമഃ. പൂതരൂപായ നമോ പുണ്യപൂർണായ നമോ. ഓം എന്ന വർണ്ണത്രയമൊന്നായി വിളങ്ങിയിടും ഓംകാരരൂപായ നമസ്തേ നമസ്കാരം. നമസ്തേ പകാരായ സാദരം നമസ്കാരം. നമസ്തേ രേഭാന്തായ സമസ്തേശായ നമഃ. നമസ്തേ യകാരായ നമസ്തേ ഗോകാരായ. നമസ്തേ പകാരായ നമസ്തേ തകാരായ. നമസ്തേ രേഭാന്തായ നമസ്തേ നകാരായ. നമസ്തേ മകാരായ നമസ്തേ നമോ നമഃ. നമസ്തേ ഹരിഹരനന്ദനായ തേ നിത്യം സമസ്ത ദുഃഖങ്ങളും ഒഴിച്ചു കൊള്ളേണമേ. വിശ്വകർത്താവേ പരിപാലയ ജഗൽപദേ. വിശ്വഭർത്താവേ ജയ. വിശ്വഹർത്താവേ ജയ. ജീവങ്ങൾക്കെല്ലാം ഏകരൂപമാം ജീവനാകും ദേവദേവനാം ഭവാനെപ്പോഴും ജയിച്ചാലും ജന്മദുഃഖങ്ങളെല്ലാം തീർത്തരുളിയിടുന്നൊരു ധർമ്മശാസ്താവേ ജയിച്ചിടുക സദാകാലം. പന്തളഭൂമീശന്റെ പുണ്യപുഞ്ചമായിടും സന്താനദ്രുമം പൂത്തു കാഴ്ചു നിന്നിടും പോലെ ചന്തം ചിന്തിയിടുന്നൊരു നിൻ തിരുപാദങ്ങളെ ചിന്ത ചെയ്തിടുന്നോർക്കു സന്താപമുണ്ടാകുമോ? ഇത്തരം സ്തുതി ചെയ്തു ദേവവൃന്ദങ്ങൾ ഏറ്റം ഭക്തി കൈക്കൊണ്ടു നൃത്തമാടി നിൽക്കും നേരം ഭക്തവത്സലൻ പുരുഷോത്തമൻ ഭൂതേശ്വരൻ പ്രത്യക്ഷനായി ദേവവൃന്ദത്തോട് അരുൾ ചെയ്താൻ. നിങ്ങളാൽ സ്തുതിക്കപ്പെട്ടുള്ള ഞാൻ വരദനായി വന്നു നിന്നിടുന്നിതു വാഞ്ചിതം ചൊല്ലിടുവിൻ. ആര്യതാതനാം ഭൂതനായക സ്വാമിയേവം ചാരുകാരുണ്യാമൃതം ചൊരിഞ്ഞു ചൊല്ലിടുമ്പോൾ വന്ദനം ചെയ്തു ദേവവൃന്ദങ്ങൾ അഖിലവും ഒന്നും മിണ്ടാതെ മൗനമായിട്ടു നിന്നിടിനാർ. കാര്യമൊക്കെയും അറിഞ്ഞുള്ളൊരു ഭൂദേശനാം ആര്യതാതനും ദേവനാഥനോടരുൾ ചെയ്താൻ. ദുർമതമേറിയിടുന്ന മഹിഷി തൻ്റെ മതം നിർമൂലം ചെയ്തു ഭവാനേകുവൻ സ്വർഗലോകം. അത്ര തന്നെയുമല്ല മേലിൽ ഈ വണ്ണമുള്ളോരത്തലുണ്ടായി വന്നാൽ യേശ ഞാൻ
തീർത്തുകൊള്ളുവൻ. നിങ്ങളാൽ കൃതമായൊരു ഈ സ്തോത്രം മമ പ്രിയം തിങ്ങിന ഭക്തിയോടും ജപിപ്പോരാരെങ്കിലും ഉത്തമജ്ഞാനികളായി ഭവിക്കും. അവർക്ക് ഏതും എത്തുകയില്ല മേലിൽ ദുഃഖം എന്നതും നൂനം. മകരലഗ്നത്തിങ്കൽ ആദിത്യൻ കടക്കുമ്പോൾ അകമേ ഭക്തിയോടും ഈ സ്തോത്രം ജപിപ്പവൻ മൽപ്രിയനാകും എന്നു സത്യമായി ചൊല്ലുന്നു ഞാൻ. മൽപ്രിയം തന്നെ മന്ദവാസരെ ജപിക്കിലും. ഇത്തരമരുൾ ചെയ്തു ഭൂതനായകൻ പുനരെത്തിനാൻ ഭൂതങ്ങളോടൊത്തുടൻ സ്വർഗലോകേ. ആയുധപാണിയായി ഭൂതവൃന്ദങ്ങളോടും ആര്യതാതനെ കണ്ടു കോപിച്ചു മഹിഷിയും ശൃംഗവും ഉയർത്തിക്കൊണ്ട് അടുത്തു താടിക്കുവാൻ ചെന്നുടൻ പിടിപെട്ടു ശൃംഗത്തിൽ ഭൂതേശ്വരൻ. പെട്ടെന്നു പൊക്കി ചുഴറ്റിയിടിനാൻ കോപമോടും. കുട്ടികൾ വടിവീശിക്കളിക്കും കണക്കിനെ പിന്നെ ഭൂതലത്തിങ്കലെറിഞ്ഞു ജഗന്നാഥൻ. ചെന്നു വീണിതങ്ങ് അലസാ നദീ തീരത്തവൾ. ദക്ഷിണ കേരളത്തിലുള്ളൊരു പമ്പ തൻ്റെ പശ്ചിമഭാഗേ വിലസിയിടുന്നിതു അലസയും. അങ്ങു നിന്നവൾ എഴുന്നേറ്റിയിടുന്നതിൻ മുമ്പേ മംഗലാംഗന മണികണ്ഠനും ചാടിയിടിനാൻ. ഘോരയാ മഹിഷിതൻ പാർശ്വഭാഗത്തിലേറി ചാരുപാദത്താൽ നൃത്തം തുടങ്ങി ഭൂതേശനും. ദാനവഗണങ്ങളും ആ തൊഴിൽ കണ്ട നേരം മാനസഭീതിയോടും മണ്ടിനാരങ്ങുമിങ്ങും. തൽഗണങ്ങളെയെല്ലാം മജ്ജനം ചെയ്തിടുവാൻ കൽപ്പന ഭൂതങ്ങൾക്കു കൊടുത്തു ഭൂതേശനും. നൃത്തവും ഒരുവിധം ശക്തിയിൽ തുടർന്നപ്പോൾ പത്തികൾ ആദിശേഷൻ തനിക്കും ഞെരുങ്ങിനാൻ. ഭൂതലമഖിലവും വിറച്ചിതതു നേരം ചേതസി ഭൂകമ്പമെന്നോർത്തിതു ജനങ്ങളും. നാരദ മുനിവരൻ നൃത്തതാളത്തിനൊത്തു ചാരുവീണയിൽ സാമഗാനവും തുടങ്ങിനാൻ. ചിത്തജാരിയും പത്മനാഭനും വന്നു നിന്നു പുത്രന്റെ നൃത്തം കണ്ടു സന്തോഷം പൂണ്ടിടിനാർ. പാരിജാതത്തിൻ സുമസഞ്ചയം സുരഗണം പാരിച്ച ഭക്തിയോടും ചൊരിഞ്ഞു തുടങ്ങിനാർ. ശക്തിയും കുറഞ്ഞുടൻ രക്തവും ഛർദിച്ചു ആശു ചിത്തതാരിങ്കൽ ഓർത്തു തുടങ്ങി മഹിഷിയും. ആരിവൻ അതിധന്യൻ എന്നുടെ പാർശ്വഭാഗേ ധീരതയോടു നിന്നു നൃത്തമാടിയിടുന്നതും. ശങ്കരനാരായണന്മാരുടെ പുത്രനെന്നേ ശങ്കയില്ല, ഇതു ചെയ്യുവാൻ ശക്തനല്ല ഒരുത്തനും. തത്വമൊക്കെയും എനിക്ക് ഉള്ള പോലറിയുവാൻ ഭക്തവത്സല ഭവൽക്കാരുണ്യമുണ്ടാകണം. സത്യമാം തത്വം അവൾക്ക് ഉണർന്നിതു അതുനേരം എത്രയും ഭക്തിയോടും നാഥനെ പുകഴ്ത്തിനാൾ. ഈരേഴു ലോകങ്ങൾക്കും കാരണഭൂതനായും ഘോര സംസാരാർണവതാരകരൂപനായും യാതൊരു ദേവൻ മമ മേനിയിൽ കളിക്കുന്നു. സാദരമവനെ ഞാൻ എപ്പോഴും നമിക്കും നീ. അംബുജോത്ഭവവാക്യം സത്യമാക്കിയിടുവാനും ഉന്മദം എനിക്കുള്ളതൊക്കെയും പോക്കുവാനും യാതൊരു ദേവൻ മമ മേനിയിൽ കളിക്കുന്നു. സാദരം അവനെ ഞാൻ എപ്പോഴും നമിക്കും നീ.
ഭക്തരാം ദേവന്മാരെ പാലനം ചെയ്യുവാനും ഭർതൃശാപത്തെ നമുക്കുള്ളതു നീക്കുവാനും യാതൊരു ദേവൻ മമ മേനിയിൽ കളിക്കുന്നു. സാദരം അവനെ ഞാൻ എപ്പോഴും നമിക്കുന്നേൻ. യാതൊരു ദേവൻ തൻ്റെ തേജസ്സിൽ സമാശ്രയിച്ച് ആദിത്യാദികളാകും ഖേടങ്ങൾ ശോഭിക്കുന്നു. യാതൊരു ദേവൻ തൻ്റെ ചേതന കൊണ്ടു സർവഭൂത സഞ്ചയങ്ങളും ചേതനമായിടുന്നു. അങ്ങനെയുള്ള ദേവൻ എന്നുടെ പാർശ്വഭാഗം തന്നിൽ എന്നതുപോലെ മാമക ചിത്തത്തിലും നൃത്തമാടിയിടുവാനായി യേശ ഞാൻ ഭർതൃശാപയുക്തയെന്നിരിക്കിലും പത്തുകൾ പണിയും നീ. ധർമ്മഹീനരായിടും ദുർമതികളെ എല്ലാം നന്മയിൽ നടത്തുവാൻ സൽഗുണശരീരനാം ധർമ്മശാസ്താവേ, ഭവാൻ മാമക അപരാധങ്ങൾ അംബുജേക്ഷണ പൊറുത്തു ആശിഷം നൽകേണമേ. ഇത്തരം സ്തുതികളെ ശ്രവിച്ചു ഭൂതേശ്വരൻ നൃത്തവും നിർത്തിവച്ചു പൃഥ്വിയിൽ ചാടി വീണു തൃക്കരങ്ങളെ കൊണ്ടു തൽക്കളേബരം എല്ലാം ഉൾക്കനിവോടു തലോടിയിടിനാൻ. അതുനേരം ചാരുവായിരിപ്പോരു ദിവ്യകന്യകാരത്നം ഘോരയാം മഹിഷിയിൽ നിന്നുടൻ ഉത്ഭവിച്ചു. ദിവ്യ മാല്യാംഗരാഗവസ്ത്രാദിയുക്തയായി ദിവ്യനാരിമാരോടും വിളങ്ങി വിമാനത്തിൽ ദേവവൃന്ദങ്ങളാലെ വന്ദിതയായി നിൽക്കും ദേവിയും മണികണ്ഠസ്വാമിയോടരുൾ ചെയ്താൾ. ത്വൽകൃപ കൊണ്ടു മമ ശാപമോക്ഷവും വന്നു. ത്വച്ഛക്തിയായി തന്നെ വർത്തിച്ചിടുന്നു ഞാനും. ഭഗവാൻ മണികണ്ഠൻ അന്നേരം അരുൾ ചെയ്തു പരമകൃപയോടും ദേവിയെ നോക്കി മന്ദം. നിർമ്മലേ, നീയും മമ ശക്തി എന്നിരിക്കിലും ബ്രഹ്മചാരിത്വം നമുക്ക് ഈ ജന്മമുണ്ടാകയാൽ എന്നുടെ സഹജയായി മഞ്ജമാതാവെന്നൊരു ധന്യമാം നാമത്തോടും ദേവപൂജിതയായി ഞാൻ ഇരുന്നിടുന്നതിന് അല്പം ദൂരത്തിലായി മാനിനി മമ വാമഭാഗത്തു വസിച്ചാലും. ഇത്തരമരുൾ ചെയ്തു ഭഗവാൻ വിരമിച്ചു സത്വരം അന്തർധാനവും മഞ്ജമാതാവും ചെയ്താൾ. ഇന്ദിരാപതിയോടും ചന്ദ്രശേഖരൻ വന്നു നന്നായി ഭൂദേശനെ പുണർന്നു ചൊല്ലിയിടിനാൻ. നിന്നാലെ ദേവകാര്യം സാധ്യമായെന്നാകിലും ഇനിയുമുണ്ട് പല കാര്യങ്ങൾ നടത്തുവാൻ. ബന്ധുരഗാത്ര, നിന്നെ കാണാഞ്ഞു ദുഃഖിച്ചിടും പന്തള ഭൂപൻ തന്നെ ചെന്നു കണ്ടാലും ഇപ്പോൾ വേദാന്ത തത്വങ്ങളും ഉപദേശിച്ചിടണം. വേദാന്തം ഭൂമീശനു വന്നിടാൻ തക്കവണ്ണം രാമനായി ഭവാൻ മുന്നം ഉത്ഭവിച്ചൊരു കാലം വാമലോചനയാകും ശബരി തപസ്വിനി. നിന്നെ സൽഗുണനായി ചിന്തിച്ചു മരിക്കയാൽ വന്നിതിങ്ങൊരു ജന്മം ശബരിയായി തന്നെ. കേട്ടാലും പമ്പാനദി തന്നെ പൂർവഭാഗേ കോട്ടമറ്റുള്ള നീലപർവ്വത സാനുദേശേ നിന്നെ നിർഗുണനായി ചിന്തിച്ചു വസിക്കുന്നു. ധന്യയാമവൾ യോഗധാരണമതും ചെയ്തു ചെന്നവൾ തനിക്ക് ആശു
ജന്മമില്ലാത്ത വണ്ണം ബ്രഹ്മസായുജ്യത്തിനായി ആശിഷം കൊടുത്താലും ശബരിഗിരി എന്നു നാമവും അതിനുണ്ട്. ശബരി തൻ്റെ നാമസ്മരണത്തിനായി തന്നെ അസ്ഥലത്തിങ്കൽ തവ സൽക്ഷേത്രം ഒന്നുണ്ടാക്കും. ഉത്തമനായിടുന്ന പന്തളഭൂമീശ്വരൻ സർവഗനാകും ഭവാൻ തൽക്ഷേത്രമതിങ്കലും സർവദാ ഭക്തന്മാർ തന്നന്തരത്തിങ്കലും മാമുനിമാരാൽ തീർത്ത സ്വർണമന്ദിരത്തിലും സാമോദം സൽഗുണാഢ്യനായിട്ടു വസിച്ചാലും മുൻപിലേ ചെന്നു ഭവാൻ പന്തളഭൂപാലനെ സംപ്രീതനാക്കിയിടുവാൻ താമസിക്കൊരുതൊട്ടും. ദേവനാരികളെല്ലാം പെൺപുലികളായിടും. ദേവവൃന്ദങ്ങളെല്ലാം തൻ ശിശുക്കളായിത്തീരും. ശക്രനുമൊരു മഹാവ്യാഘ്രമായി ഭവിച്ചിടും. തൽകണ്ഠമേറി ഭവാൻ പന്തളം പ്രാപിച്ചാലും ചിത്തജാന്തകനാകും ദേവദേവനും ഏവം പുത്രനോടരുൾ ചെയ്തു വിരമിച്ചതു നേരം. പത്മനാഭനായിടും ദേവനും നിജചിത്തപത്മത്തിൽ അത്യാനന്ദം പൂണ്ടിരുന്നു അരുളിനാൻ. അന്നേരം അരുൾ ചെയ്തു വിരിഞ്ചൻ മണികണ്ഠൻ തന്നെ ശിരസിങ്കൽ ചുംബനം ചെയ്തു മന്ദം. ഉഗ്രമാം മഹിഷിതൻ വിഗ്രഹം അലസതൻ അക്കര പൂർവഭാഗം തന്നിലാക്കണം ഇപ്പോൾ. അല്ലാകിൽ ഇത് പാരം വളർന്നു സൂര്യാദികൾക്കില്ലാതായി വരും ഗതി വിന്ധ്യനാൽ എന്ന പോലെ. പിന്നെ കല്ലുകളിട്ടു കുന്നാക്കി തീർത്തിടേണം. വന്നിടും നാമം അപ്പോൾ പ്രസ്തരഗിരിയെന്നും. ഇത്തരം ഓരോന്ന് അരുൾ ചെയ്തുടൻ മറഞ്ഞു അത്ര സത്വരം ബ്രഹ്മ വിഷ്ണു ചന്ദ്രശേഖരന്മാരും. ദാതാവു പറഞ്ഞ പോൽ മഹിഷി വിഗ്രഹത്തെ ഭൂദേശൻ അലസതൻ പൂർവഭാഗത്തിൽ ചേർത്താൻ. പ്രസ്തരമെറിഞ്ഞിതു ഭൂതവൃന്ദങ്ങളെല്ലാം സത്വരം ഗിരിയായി ചമഞ്ഞു കുണപവും. വാപരാഖ്യനായിടും ഭൂതത്തെ വിളിച്ചുടൻ ശോഭനഗാത്രൻ മണികണ്ഠസ്വാമിയും ചൊന്നാൻ. ഈ സ്ഥലത്തിങ്കൽ ഒരു ഗോഷ്ടവും പണി ചെയ്തു ചിത്തമോദേന ഭവാൻ ഭൂതവൃന്ദങ്ങളോടും സന്തതം സുഖിച്ചു വാണിയിടുക. ഞാനും ചെന്നു പന്തളേശനെ കണ്ടു തിരിച്ചു വരുവോളം ദുഷ്ടസത്വങ്ങളാലെ ഭക്തന്മാർക്ക് ഉപദ്രവം തട്ടിടാതിരിക്കുവാൻ ഭൂതവൃന്ദത്തോടൊത്തു വേട്ടയും ചെയ്യിപ്പിച്ചു. ഗോഷ്ടവുമുറപ്പിച്ചു വാട്ടമെന്നിയെ ഭക്തരക്ഷണം ചെയ്താലും നീ. വാപരൻ തന്നോടേവം ഒക്കെയും അരുൾ ചെയ്തു താപസകുലത്തെയും കനിഞ്ഞു കടാക്ഷിച്ചു പന്തളഭൂമീശന്റെ സന്നിധൗ ഗമിക്കുവാൻ. അന്തകാന്തകപുത്രൻ പുറപ്പെട്ടിതു വേഗം. ലോകത്തെ ഭരിക്കുന്ന നാഥനെ ധരിക്കുവാൻ യോഗം വന്നിതു നമുക്കെന്നോർത്തു മോദത്തോടും ശക്രനും വ്യാഘ്രരൂപം ധരിച്ചു നിന്നാനുടൻ തൽകണ്ഠമതിലേറിത്തിരിച്ചു മണികണ്ഠൻ. പെൺപുലികളായുള്ള ദേവനാരിമാരോടും സംപ്രീത്യ
തൻ ശിശുക്കളാകിയ ദേവന്മാരും ഭഗവാനാകും മണികണ്ഠസ്വാമി തൻ പിമ്പേ പരിചിൽ പന്തളാഖ്യ നഗരം പുക്കീടിനാർ. കണ്ടു പേടിച്ചുകൊണ്ടു നഗരവാസികളും മണ്ടിനാർ. കോലാഹല ശബ്ദത്തോടതിവേഗം കാട്ടിലുള്ളൊരു പുലിക്കൂട്ടത്തെ കൂട്ടിക്കൊണ്ടു വാട്ടമെന്നിയെ മണികന്ധരൻ വന്നിടുന്നു. നാട്ടിലും പൊറുക്കുവാൻ മേലാതെ വന്നു നൃപൻ കാട്ടിലേക്കഹോ മണികണ്ഠനെ അയക്കയാൽ. ഇത്തരമോരോ വിധമുച്ചത്തിൽ ഉച്ചരിക്കും ശബ്ദത്തെ കേട്ടു നൃപൻ എത്രയും വേഗത്തോടും ഗോപുരദ്വാരി ചെന്നു നിന്നു നോക്കുന്ന നേരം ശോഭനഗാത്രനാകും മണികണ്ഠനെ കണ്ടാൻ. ഉഗ്രത ചേർന്നിടുന്ന ശാർദൂലകളമേറി തൃക്കരയുഗത്തിങ്കൽ ചാപസായകത്തോടും അറ്റമറ്റുള്ളോരു ഈറ്റപ്പുലികളോടും അതിൻ കുട്ടികളോടും അടുത്ത് ആസ്തയാ വരുന്നതും മോദവിസ്മിതനായി കണ്ടു ഭൂപതിയേതും ചഞ്ചലിക്കാതെ തന്നെ നിന്നിതു തരുപോലെ. മന്നവൻ തന്നെ കണ്ടു ശീഘ്രമായി പുലികളം തന്നിൽ നിന്നിറങ്ങിനാൻ ഭൂതനാഥനും. പിന്നെ ചാപബാണങ്ങൾ കൂട്ടിപ്പിടിച്ചങ്ങോടിച്ചെന്നു ഭൂപതിവരൻ തന്നെ വണങ്ങിച്ചൊല്ലിടിനാൻ. നിൻ തിരുകൃപ കൊണ്ടു കാര്യവും സാധിച്ചു ഞാൻ. അന്തരമെന്നെ പോന്നേൻ കണ്ടാലും പുലികളെ കിണ്ടിയും കൊണ്ടുവന്നു പാൽ കറന്നെടുത്താലും കൊണ്ടൽ വേണിയാം രാജ്ഞിക്ക് ഇണ്ടൽ മാറ്റുവാനായി കൽപ്പന കൊടുത്താലും ഭൂമീശ ഭവാൻ ഇപ്പോൾ അല്പവും മടിക്കാതെ ഭൃത്യരോടതിവേഗം. അല്ലെങ്കിൽ വിശന്നാശു തളരും പുലിക്കൂട്ടം വല്ലതും തിന്മാൻ കൊടുത്തിടുവാൻ കഴിയുമോ? കടിക്കും എന്നുറച്ചു കറക്കാതിരിക്കരുത്, അടുക്കൽ ഞാനും ചെന്നു പിടിച്ചു നിർത്തിയിടുവൻ. ഇത്രയും മണികണ്ഠസ്വാമി തൻ വാക്യം കേട്ടിട്ട് എത്രയും ഭീതിയോടും വിറച്ചു ഭൂപാലകൻ. ഗദ്ഗദാക്ഷരത്തോടും മണികണ്ഠനായിടും ഉത്തമ പുരുഷനോടുത്തരം ചൊല്ലിയിടിനാൻ. എന്തിനായി എന്നെ പരീക്ഷിക്കുന്നിതു? ഏവം എല്ലാം നിൻ തിരുവടിയാരെന്ന് അരുളി ചെയ്യണമേ. കൊണ്ടുവന്നിതു പുലിക്കൂട്ടത്തെ ഭവാൻ, അതുകൊണ്ടെനിക്കില്ല തെല്ലും അത്ഭുതം മഹാമതേ. മണിമന്ത്ര ഔഷധത്താൽ ഇതു സാധിച്ചിടുന്ന മനുജന്മാരും പലരുണ്ടെന്നു കേൾപ്പുണ്ടു ഞാൻ. നിൻ തിരുതേജസ്സു പോൽ ദിവ്യമാം തേജസ്സാർക്കും മന്ത്ര ഔഷധത്താൽ വരുത്തിയിടുവാനായിടുമോ? ഇത്ര നാളേക്കാളും ദിവ്യ സൃഷ്ടിയെ പുരുഷോത്തമ തവ തിരുമുഖത്തിൽ കാൺകയാലേ പുത്രനെന്നുള്ള ഭാവമില്ല എനിക്ക് ഇനി. സാക്ഷാത് സത്യനായിടും ജഗദീശനെന്നോർത്തിയിടുന്നേൻ. ധന്യനാം ഭവാനിങ്ങു നിന്നു പോയ അന്നു തൊട്ടു തന്നെ മൽപ്രിയയ്ക്കുള്ള രോഗവും ശാന്തമായി വന്നതുമൂലം പുലിപ്പാലിനാവശ്യമില്ല. വന്ന പോൽ വനത്തിനു വിട്ടാലും പുലികളെ നിൻ തിരുതത്വമെല്ലാം വിസ്മരിച്ച് അരുൾ ചെയ്തു പന്തളേശനാം എന്നെ മുക്തനാക്കിയിടവേണം. ഇത്തരം ഭൂമീശ്വരൻ വന്ദിച്ചു പറയുമ്പോൾ തത്ര വന്നിതു താപസോത്തമൻ അഗസ്ത്യനും. പൂജിച്ചു മുനിവരൻ തന്നെ പാദപത്മം. രാജശേഖരൻ കൂപ്പിച്ചൊല്ലിനാൻ അതിഭ്രമാൽ, പന്തള രാജ്യത്തിൻ്റെ ഭാഗ്യലക്ഷ്മിയാം മണികന്ധരനാരെന്നറിഞ്ഞില്ല ഞാൻ ഇത്ര നാളും. ഇല്ല
എനിക്കതിനുള്ള യോഗ്യത എന്നാകിലും കല്യനാം ഭവാൻ അരുൾ ചെയ്യണം മഹാമുനേ. മാമുനിവരൻ അതു കേട്ടോരു നേരത്തിങ്കൽ സാമോദം മണികണ്ഠസ്വാമി തൻ വൃത്താന്തങ്ങൾ മല്ലാരി തന്നെ ഓർത്തങ്ങുണർത്തിച്ചു. അതു നേരം കല്യനാം ഭൂമീശനും ആനന്ദം പൂണ്ടിടിനാൻ. ചൊല്ലിനേൻ 6 അധ്യായം ഭാഷയായി ഞാനും, ഇതിലുള്ളൊരു പിഴയെല്ലാം പൊറുക്ക ഭൂതനാഥൻ. ഇതി ശ്രീമദ് ഭൂതനാഥോപാഖ്യാനേ പത്മദളപുരപ്രവേശനം നാമ 6 അധ്യായം സമാപ്തം. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. ഭൂതനാഥനേ ശരണമയ്യപ്പ. സർവഭൂതേശനേ ശരണമയ്യപ്പ. ധർമ്മശാസിതനേ ശരണമയ്യപ്പ. കാലകാലാത്മജനേ ശരണമയ്യപ്പ. ദേവദേവനേ ശരണമയ്യപ്പ. അന്ധകാന്തകപുത്രനേ ശരണമയ്യപ്പ. ഗുരുകാരുണ്യമൂർത്തിയേ ശരണമയ്യപ്പ. മാധവ മഹാദേവപുത്രനേ ശരണമയ്യപ്പ. ആര്യതാതനേ ശരണമയ്യപ്പ. മഞ്ചാംബികാദേവിയേ ശരണമയ്യപ്പ. തത്വമസി പൊരുളേ ശരണമയ്യപ്പ. കലിയുഗ വരദനേ ശരണമയ്യപ്പ. ദീനവത്സലനേ ശരണമയ്യപ്പ. ആധാരഭൂതനേ ശരണമയ്യപ്പ. അന്നദാന പ്രഭുവേ ശരണമയ്യപ്പ. താരക ബ്രഹ്മമേ ശരണമയ്യപ്പ. ശബരിമലവാസനേ ശരണമയ്യപ്പ. സത്യമായ പൊന്നു 18 പടിക്കുടയോൻ ഹരിഹരസുതൻ ആനന്ദചിത്തൻ അയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ.